ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. 2025 വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള മൂന്നാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ജി ഗേറ്റർ സംവിധാനം നിലവിൽ വന്നത് ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി, തിരുവനന്തപുരത്താണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ജി ഗേറ്റർ സംവിധാനം നിലവിൽ വന്നത് തിരുവനന്തപുരം ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിയിലാണ്. കുട്ടികൾക്ക് നടക്കുന്നതിലുള്ള വൈകല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റോബോട്ടിക് ജി ഗേറ്റർ സംവിധാനം ഉപയോഗിക്കുന്നത്. ഇതിന്റെ നിർമ്മാതാക്കൾ ജെൻ റോബോട്ടിക്സ് ആണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ജി ഗേറ്റർ സംവിധാനം നിലവിൽ വന്നത് തിരുവനന്തപുരം ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിയിലാണ്. അർജുന അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് 2024 അർഹരായവർ മുൻ അത്ലറ്റിക്സ് താരം സുജാ സിംഗും മുൻ പാരാ സ്വിമ്മിംഗ് താരം മുരളീകാന്ത് രാജാറാമുമാണ്. അർജുന അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് 2024 അർഹരായവർ മുൻ അത്ലറ്റിക്സ് താരം സുജാ സിംഗും മുൻ പാരാ സ്വിമ്മിംഗ് താരം മുരളീകാന്ത് രാജാറാമുമാണ്. കായിക രംഗത്തെ മികച്ച പ്രകടനങ്ങൾക്കും കായിക രംഗത്തേക്ക് നൽകുന്ന മികച്ച സംഭാവനകൾക്കും കായിക താരങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് അർജുന അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം എന്ന് പറയുന്നത്. അർജുന അവാർഡ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് 2024 അർഹരായവർ മുൻ അത്ലറ്റിക്സ് താരം സുജാ സിംഗും മുൻ പാരാ സ്വിമ്മിംഗ് താരം മുരളീകാന്ത് രാജാറാമും ആണ്. അടുത്തിടെ HMPV വ്യാപനം സ്ഥിരീകരിച്ച രാജ്യം ചൈനയാണ്. HMPV അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് വ്യാപനം സ്ഥിരീകരിച്ച രാജ്യം ചൈനയാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ചൈനയിൽ HMPV കേസുകളിൽ വലിയ വർധനവ് അനുഭവപ്പെടുന്നത്. ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ തുടങ്ങിയ സങ്കീർണതകൾക്കൊപ്പം ചുമ, പനി, ശ്വാസതടസ്സം എന്നിവയൊക്കെയാണ് HMPVയുടെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അടുത്തിടെ HMPV ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് വ്യാപനം സ്ഥിരീകരിച്ച രാജ്യം ചൈനയാണ്. ലൂയിസ് ബ്രെയ്ലിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ലോക ബ്രെയ്ലി ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ജനുവരി 4-നാണ്. ലൂയിസ് ബ്രെയ്ലിയുടെ ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ലോക ബ്രെയ്ലി ദിനമായി ആചരിക്കുന്നത് ജനുവരി 4-നാണ്. 2019 ജനുവരി 4 മുതലാണ് ബ്രെയ്ലി ദിനമായി ജനുവരി 4 ആചരിക്കാൻ UN ആരംഭിച്ചത്. ലൂയിസ് ബ്രെയ്ലിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ലോക ബ്രെയ്ലി ദിനമായി ആചരിക്കുന്നത് ജനുവരി 4-നാണ്. മൗലാന അബുൽ കലാം ആസാദ് പുരസ്കാരം 2024 കരസ്ഥമാക്കിയത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ്. മൗലാന അബുൽ കലാം ആസാദ് പുരസ്കാരത്തിന് 2024 അർഹരായത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മികച്ച പ്രകടനം നടത്തുന്ന സർവകലാശാലയ്ക്ക് ലഭിക്കുന്ന പുരസ്കാരമാണ് മൗലാന അബുൽ കലാം ആസാദ് പുരസ്കാരം. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മികച്ച പ്രകടനം നടത്തുന്ന സർവകലാശാലയ്ക്ക് ലഭിക്കുന്ന പുരസ്കാരമാണ് മൗലാന അബുൽ കലാം ആസാദ് പുരസ്കാരം. 2024 മൗലാന അബുൽ കലാം ആസാദ് പുരസ്കാരത്തിന് അർഹരായത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ്. ഹരിത GDP മാതൃക സ്വീകരിച്ച് വനങ്ങളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ സാമ്പത്തിക ചട്ടക്കൂടിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഹരിത GDP മാതൃക സ്വീകരിച്ച് വനങ്ങളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ സാമ്പത്തിക ചട്ടക്കൂടിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ആരാണ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി? വിഷ്ണു ഡിയോ സായി ആണ് ഛത്തീസ്ഗഡിന്റെ നിലവിലെ മുഖ്യമന്ത്രി. വിഷ്ണു ഡിയോ സായി ആണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി.
ഹരിത GDP മാതൃക സ്വീകരിച്ച് വനങ്ങളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ സാമ്പത്തിക ചട്ടക്കൂടിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 15ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ്സിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. 15ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ്സിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ടൊവിനോ തോമസിന് പുരസ്കാരം ലഭിച്ചത്. JC ഡാനിയൽ ഫൗണ്ടേഷൻ നൽകുന്ന 15ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ജന ജയപ്രകാശ് ആണ്. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും. പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അഞ്ജന ജയപ്രകാശിനാണ് 15ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിന്റെ സംവിധായകനായ അഖിൽ സത്യനാണ്. മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിന്റെ സംവിധായകനായ അഖിൽ സത്യനാണ്. മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രം തന്നെയാണ്. മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രമാണ്. ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ജൂഡ് ആന്റണി ജോസഫ് ആണ്. അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയാണ് സമന്വയ്. അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയാണ് സമന്വയ്. 2025 സൂപ്പർ സൺ ദൃശ്യമായ ദിവസം ജനുവരി 4 2025 സൂപ്പർ സൺ ദൃശ്യമായ ദിവസം ജനുവരി 4. മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് IIT ബോംബെയാണ്. മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് IIT ബോംബെയാണ്. ഇന്ത്യയിലെ ജനറേഷൻ ബീറ്റയിൽ ജനിച്ച ആദ്യ കുഞ്ഞിന്റെ പേരാണ് ഫ്രാങ്കി റെമുറു അദ്ദിക സാധൻ. ഇന്ത്യയിൽ ജനറേഷൻ ബീറ്റയിൽ ജനിച്ച ആദ്യ കുഞ്ഞാണ് ഫ്രാങ്കി റെമുറു അദ്ദിക സാധൻ. 2025 2039 ഇടയിൽ ജനിക്കുന്നവരെയാണ് ജനറേഷൻ ബീറ്റയിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ ജനറേഷൻ ബീറ്റയിൽ ജനിച്ച ആദ്യ കുഞ്ഞാണ് ഫ്രാങ്കി റെമുറു അദ്ദിക സാധൻ. മിസോറാമിലെ ഐസ്വാളിലാണ് ഫ്രാങ്കി റെമുറു അദ്ദിക സാധൻ ജനിച്ചത്. ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ പുതിയ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ S സോമനാഥിന്റെ പിൻഗാമിയായി ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണനാണ്. ചന്ദ്രയാൻ 2, GSLV MK3 എന്നിവയുൾപ്പെടെ നിരവധി ബഹിരാകാശ ദൗത്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഡോക്ടർ വി നാരായണൻ. 2025 ഇന്ത്യ ഗവൺമെന്റിന്റെ പുതുവർഷ കലണ്ടറിന്റെ തീം ജൻ ഭാഗിദാരി സെ ജൻ കല്യാൺ എന്നതാണ്. 2025 ഇന്ത്യ ഗവൺമെന്റിന്റെ പുതുവർഷ കലണ്ടറിന്റെ തീമാണ് ജൻ ഭാഗിദാരി സെ ജൻ കല്യാൺ, പബ്ലിക് വെൽഫെയർ ത്രൂ പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ജൻ ഭാഗിദാരി സെ ജൻ കല്യാൺ എന്നതാണ് 2025 ഇന്ത്യ ഗവൺമെന്റിന്റെ പുതുവർഷ കലണ്ടറിന്റെ തീം എന്ന് പറയുന്നത്. ഈ ഔദ്യോഗിക കലണ്ടർ പുറത്തിറക്കിയത് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. 2025 ഇന്ത്യ ഗവൺമെന്റിന്റെ പുതുവർഷ കലണ്ടറിന്റെ തീമാണ് ജൻ ഭാഗിദാരി സെ ജൻ കല്യാൺ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം സ്ഥാപിതമായത് പശ്ചിമ ബംഗാളിലെ ഭുലിയ എന്ന സ്ഥലത്താണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം സ്ഥാപിതമായത് പശ്ചിമ ബംഗാളിലെ ഭുലിയയിലാണ്. ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്.
ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഗ്രാമീണ ഭാരത് മഹോത്സവ് 2025 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുക, ഗ്രാമീണ സമൂഹങ്ങളിൽ നവീന ആശയങ്ങൾ വളർത്തുക എന്നിവയാണ് ധനകാര്യ സേവന വകുപ്പും നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗ്രാമീൺ ഭാരത് മഹോത്സവ് എന്ന ഈ ഒരു പരിപാടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുക, ഗ്രാമീണ സമൂഹങ്ങളിൽ നവീന ആശയങ്ങൾ വളർത്തുക എന്നിവയാണ് ധനകാര്യ സേവന വകുപ്പും നബാർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗ്രാമീൺ ഭാരത് മഹോത്സവ് എന്ന ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന പുതിയ വാക്കാണ് സേനാംഗം. കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് സേനാംഗം എന്ന പദം. ലിംഗസമത്വ ആശയത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിന് പകരം സേനാംഗം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിന് പകരം ഉപയോഗിക്കുന്ന പുതിയ വാക്കാണ് സേനാംഗം. ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ്. ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതി അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് സംരംഭത്തിന് കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റാണ് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ചത്. പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിപ്ലോമകൾക്കൊപ്പം പ്രായോഗിക വൈദഗ്ധ്യം നേടാനും പ്രോഗ്രാമിലൂടെ ചെറിയ വരുമാനം നേടാനും അവസരമുണ്ടാകും എന്നതാണ് പ്രത്യേകത. വിദ്യാർത്ഥികൾ പതിവ് ക്ലാസുകൾക്ക് ശേഷം ദിവസവും 4 മണിക്കൂർ ജോലി ചെയ്യും. കൂടാതെ മാസത്തിൽ 20 ദിവസവും ജോലി ചെയ്യും. അവർക്ക് ശരാശരി 10,000 രൂപ വരെ വേതനം ലഭിക്കുമെന്നാണ് ഈ പദ്ധതിയിലൂടെ പ്രതീക്ഷിക്കുന്നത്. ക്യാമ്പസിൽ വ്യവസായശാല എന്ന പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് സംരംഭത്തിന് കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ്. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച വൈറസാണ് HMPV വൈറസ്. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച വൈറസാണ് HMPV വൈറസ്. നേരത്തെ ചൈനയിലും സ്ഥിരീകരിച്ചിരുന്നു. HMPV വൈറസിന്റെ പൂർണ്ണരൂപം ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നാണ്. HMPVയുടെ പൂർണ്ണരൂപം ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നാണ്. അർബൻ വേട്ട എന്ന പുസ്തകത്തിന്റെ രചയിതാവ് A. സജികുമാർ ആണ്. അർബൻ വേട്ട എന്ന പുസ്തകത്തിന്റെ രചയിതാവ് A. സജികുമാർ. അമേരിക്കയ്ക്ക് ശേഷം 2024 സൈബർ ആക്രമണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയായ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. അമേരിക്കയ്ക്ക് ശേഷം 2024 സൈബർ ആക്രമണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയായ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. വർഷത്തിൽ 95 സൈബർ ആക്രമണങ്ങളാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. അമേരിക്കയ്ക്ക് ശേഷം 2024 സൈബർ ആക്രമണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയായ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈയിടെ ലഭിച്ച മുബാറക് അൽ കബീർ പുരസ്കാരം ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ്? കുവൈറ്റിന്റെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈയിടെ ലഭിച്ച മുബാറക് അൽ കബീർ പുരസ്കാരം ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ്? കുവൈറ്റിന്റെ. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്ന കവിതാ സമാഹാരമാണ് മനോരഥം. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്ന കവിതാ സമാഹാരമാണ് മനോരഥം. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ് രാജഗോപാല ചിദംബരം.
2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ് രാജഗോപാല ചിദംബരം. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹയായത് കാമ്യ കാർത്തികേയനാണ്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹയായത് കാമ്യ കാർത്തികേയൻ. 2025 ജനുവരിയിൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബഹദൂർ സിംഗ് സാഗയാണ്. 2025 ജനുവരിയിൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബഹദൂർ സിംഗ് സാഗ.